ചില കറികൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് രുചിച്ച് തന്നെ മനസ്സിലാക്കണം അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. അതുപോലൊരു അടാറ് കറിയാട്ടോ ഇത്. മുട്ടയും കിഴങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ഒരു കറിയുടെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങിച്ചു കഴിക്കും. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ തന്നെ എന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ നിങ്ങളോട് ഒരു താങ്ക്സ് പറഞ്ഞുകൊള്ളട്ടെ. ഇത്രയും പെട്ടെന്ന് 1000 സബ്സ്ക്രൈബ് ആക്കി തന്നതിന് എല്ലാവരോടും താങ്ക്സ് കേട്ടോ. ഞാൻ ഇത്രയും പെട്ടെന്നൊക്കെ 1000 സബ്സ്ക്രൈബർ ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിന് നിങ്ങൾ മാത്രമാണ് കാരണക്കാര്. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഇങ്ങനെ ഉള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായി തുടങ്ങാം. അതിനായി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് അതിലേക്ക് ഒരു 2 സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പൊടിയായിട്ട് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അങ്ങ് ചേർത്ത് ഇത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറിലൊന്നും എത്തണ്ടെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്നും വാടി അതൊന്ന് ട്രാൻസ്പെറന്റ് ആയി വരണം കേട്ടോ. അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതിപ്പോ ഒരു ട്രാൻസ്പെറന്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ചോപ്പറിലിട്ടൊന്ന് അരിഞ്ഞെടുത്തതാട്ടോ, അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തക്കാളി ജ്യൂസ് ആയിട്ടും ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് തക്കാളിയുടെ പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അതുകൊണ്ട് ഈ പരുവം വരെയൊക്കെ ഒന്ന് നമുക്കങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണം ഒക്കെ മാറുന്നത് വരെയും വീണ്ടും ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ ചേർത്ത് നല്ലപോലെ അങ്ങ് വഴറ്റിയെടുക്കാം. ആ ഫ്ലെയിം ഒക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞൊരു വല്ലാത്തൊരു രുചിയിലെത്തും കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പൊ ദാണ്ട പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് അല്പം ഗ്രേവി കൂട്ടിയാട്ടോ വെക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഒരല്പം വെള്ളം കൂട്ടി എടുക്കുന്നുണ്ട്. ഒരു 1.5 കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു കപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കുറച്ച് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി ഇതൊന്ന് തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാം. ഇതിപ്പോ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 കിഴങ്ങ് ഒന്ന് വേവിച്ചെടുത്തതാട്ടോ. എന്നിട്ട് അത് 2ആയിട്ട് കട്ട് ചെയ്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് വീണ്ടും ഇതിലേക്ക് 3 മുട്ടയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മുട്ടയൊക്കെ ഇടയ്ക്കൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. മുട്ടയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാൻ കേട്ടോ. അപ്പൊ മസാലയൊക്കെ അല്പം കൂടെ കൂട്ടിയെടുക്കണമെന്നേ ഉള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. നമ്മുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ആ മസാലയൊക്കെ ഈ കിഴങ്ങിലും മുട്ടയിലും ഒന്ന് പിടിച്ചു വന്ന് ഗ്രേവിയൊക്കെ അല്പം ഒന്ന് തിക്കായി വന്നാൽ മതിയാവും. അതിനുവേണ്ടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ദാണ്ട ഒരു 5 മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി ഒക്കെ ഇവിടെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ആ മുട്ടയിലൊക്കെ ഒന്ന് പിടിച്ച് ആ മസാല എല്ലാം കിഴങ്ങിലൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇതുവരെയൊക്കെ മതിയാവും കേട്ടോ. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടയും കിഴങ്ങും വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോടെ തന്നെ അങ്ങ് സെർവ് ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയോ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അപ്പൊ ഇനിയും ഒരു അടാറ് റെസിപ്പിയുമായി വീണ്ടും